ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു സ്വിഫ്റ്റ് LXi 2020 മോഡൽ വാഹനം കൊണ്ടാണ്. ഇത് കിലോമീറ്റർ പറയുകയാണെങ്കിൽ 44,638 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയുള്ളത് പെട്രോളിൽ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗമാണിത്. നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഷോറൂം കണ്ടീഷനിലുള്ള വാഹനം തന്നെയാണിത് കേട്ടോ. ഈ വാഹനത്തിന് ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ല ഗുഡ് കണ്ടീഷനായിട്ടുള്ളൊരു വാഹനമാണ്. പിന്നെ ഇൻഷുറൻസൊക്കെ പുതിയത് തന്നെയുണ്ട്. 4 ടയറുകളും നല്ല വീൽചക്രങ്ങളാൽ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. പുറം കണ്ടീഷനിലും എവിടെയും ഒരു സ്ക്രാച്ചോ ചളിയോ കാര്യങ്ങളോ ഇല്ല. ആ ഹെഡ് ലൈറ്റുകളായാലും അതുപോലെ തന്നെ ബ്രേക്ക് ലൈറ്റുകളായാലും നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഫുൾ ലോണായിട്ട് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ഈ വാഹനത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുക്കുക. നിങ്ങൾ നേരിട്ട് വിളിക്കുക, അതുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ഒന്ന് നോക്കാം. ഇൻറ്റീരിയർ നോക്കുമ്പോൾ തന്നെ നല്ല ഡാഷ്ബോർഡ്, അത്യാവശ്യം ഒരു കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇൻറ്റീരിയറിൽ കാണാൻ കഴിയില്ല. ഫ്ലോറിലൊക്കെ നല്ല ഫ്ലോർ മാറ്റൊക്കെ വിരിച്ച് ഭംഗിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സീറ്റൊക്കെ കമ്പനി തന്ന സീറ്റ് തന്നെയാണ്, എക്സ്ട്രാ കവറൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതിൻ്റെ ജെനുവിൻ കിലോമീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ ഫിറ്റിംഗ് പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ക്യാമറ സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പാസഞ്ചർ സൈഡ് നോക്കുമ്പോഴും അതുപോലെ തന്നെ നീറ്റായിട്ട് തന്നെ കാണാൻ കഴിയുന്നു. ഉപയോഗിച്ചതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ പരിമിതികളും ഇൻറ്റീരിയറിൽ കാണുന്നില്ല. നല്ല ഗുഡ് കണ്ടീഷനായിട്ടുള്ള മാറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് പാസഞ്ചർ സൈഡായാലും. നമുക്കിതിൻ്റെ എഞ്ചിൻ റൂം നോക്കാം. നമ്മളൊരു വാഹനം എടുക്കാൻ വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് അപ്രൈസർ കാര്യങ്ങളൊക്കെയാണ്. അപ്രൈസറിലൊന്നും യാതൊരു വിധത്തിലുള്ള പാച്ച് വർക്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ പൊളിച്ചുപണിയോ ഒന്നും തന്നെ നടന്നിട്ടില്ല. അതുപോലെ തന്നെ കമ്പനി തരുന്ന പമ്പറിലുള്ള സീലൊക്കെ അതുപോലെ തന്നെയുണ്ട്. പിന്നെ ബാറ്ററിയൊക്കെ കമ്പനി തന്ന അതേ ബാറ്ററി തന്നെയാണ്, റീപ്ലേസ് ഒന്നും ചെയ്തിട്ടില്ല. 2 അപ്രൈസറിലും നല്ല പേസ്റ്റിംഗ് തന്നെയാണ് കമ്പനി തരുന്ന അതേപോലെ തന്നെ കാണുന്നു. പിന്നെ എഞ്ചിൻ റൂമിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. ഒരു ഓയിൽ കറിയോ ടെസ്റ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. ഇതിൻ്റെ ഡിക്കി ഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ നല്ല ഗുഡ് കണ്ടീഷനായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ടയർ ഇരിക്കുന്ന ഭാഗങ്ങളായാലും നല്ല ചളിയോ കറയോ ഒന്നും തന്നെ ഇല്ല. അവിടെയും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. ടയറൊക്കെ ഒരു 50% മേളിൽ ടയർ സ്റ്റെപ്പിനി ടയർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റൂഫ് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ്. കറയോ ചളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. മൊത്തത്തിൽ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം ഗുഡ് കണ്ടീഷനാണ്. ഇതിൻ്റെ പുറമോടിയിൽ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 75% ടയർ വരുന്നുണ്ട്. ഹെഡ് ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസിങ് കൂടിയിട്ടുണ്ട്. ഫ്രണ്ടേജ് ഭാഗം എവിടെയും ഒരു തട്ടോ മുട്ടോ കാര്യങ്ങളോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ളൊരു വാഹനമാണ്. പിന്നെ ഇതിൻ്റെ 4 ടയറുകളും അത്യാവശ്യം 75-80% വരുന്ന ടയറുകളാണ്. ഗുഡ് ടയറുകൾ തന്നെയാണ് 4 ടയറും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് 5,10,000 രൂപയാണ്. ഇത് നെഗോഷ്യബിളാണ്. നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ അല്ലെങ്കിൽ ഈ വാഹനം എടുക്കുവാൻ പോകുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ടൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ വാഹനത്തിൻ്റെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, നിങ്ങൾ നേരിട്ട് വിളിക്കുക. ഈ വാഹനത്തിന് ഫുൾ ലോണും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഈ വാഹനത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, അതിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയും. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ തന്നെ പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ കരിങ്കലത്താണി എന്ന ഭാഗത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നിങ്ങൾ കറക്റ്റ് സ്പേസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നെങ്കിലോ ഇതുപോലെ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ എൻ്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.